ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കുറിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പിയായ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സേമിയ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കവടാസിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റൊക്കെ മതിയാവും സേമിയ വേവാൻ. അപ്പോൾ സേമിയ വെന്തതിന് ശേഷം ഇതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ടുകൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും തന്നെ ചെറുതായിട്ട് പിച്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ സേമിയ തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ, ചൂടോട് കൂടി ചേർക്കരുത്. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വേണം കേട്ടോ സേമിയ ഇതിലേക്ക് ഇടാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അധികമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് പിന്നെയും മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ട് എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്നൊരു കണക്കാണ്. നന്നായിട്ട് വെള്ളം അധികമായാൽ നമ്മുടെ സ്നാക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ കണ്ടോ, സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇടാൻ പറ്റുന്നൊരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടീസ്പൂൺ എണ്ണ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെ എണ്ണ ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള പക്കവട നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് കുറച്ച് ഒരു സ്പൂണിൽ കോരിയെടുത്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആൾറെഡി സേമിയൊക്കെ വേവിച്ചതാണ്. അപ്പോൾ ഈ കടലമാവൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറേ പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് അധികം പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. പക്കവടയുടെ ഒരു പ്രത്യേകത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കടലമാവ് മാത്രം ഉപയോഗിച്ചിട്ടാണ് പക്കവട ഉണ്ടാക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സേമിയ കൂടി ചേർത്തിട്ട് പക്കവട ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.